നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. വളരെ മോശം പ്രകടനമാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് വമ്പന്മാരായ മാഞ്ചസ്റ്റർ സിറ്റി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തുടർച്ചയായി 5 മത്സരങ്ങളിൽ അവർക്ക് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. പിന്നീട് നടന്ന മത്സരത്തിൻ്റെ ഒരു ഘട്ടത്തിൽ സിറ്റി വിജയിക്കുമെന്ന് തോന്നിച്ചിരുന്നു. 3 ഗോളുകളുടെ ലീഡ് അവർക്കുണ്ടായിരുന്നു. പക്ഷേ 3 ഗോളുകൾ വഴങ്ങിക്കൊണ്ട് ഒരു ഞെട്ടിക്കുന്ന സമനില അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വരികയായിരുന്നു. അത് അവരുടെ പരിശീലകനായ പെപ്പിനെ വളരെയധികം നിരാശപ്പെടുത്തുകയും ദേഷ്യം പിടിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഏതായാലും ഈ മോശം പ്രകടനത്തിൻ്റെ ഉത്തരവാദിത്തം അദ്ദേഹം തന്നെ ഇപ്പോൾ ഏറ്റെടുത്തിട്ടുണ്ട്. മാഞ്ചസ്റ്റർ സിറ്റി തിരിച്ചു വരുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. തനിക്ക് സ്വയം തെളിയിക്കേണ്ടതുണ്ടെന്നും തൻ്റെ പരിശീലക സ്ഥാനം ഇപ്പോൾ നഷ്ടപ്പെടാതിരിക്കാനുള്ള കാരണം തൻ്റെ മുൻകാല നേട്ടങ്ങളാണ് എന്നും പെപ്പ് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഇതിൽ നിന്നും ഒളിച്ചോടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ഇവിടെ തന്നെയുണ്ട്. എനിക്ക് എൻ്റെ ടീമിനെ റീബിൽഡ് ചെയ്തെടുക്കണം. അടുത്ത സീസണിലേക്ക് ഏറ്റവും മികച്ച നിലയിലേക്ക് ഞങ്ങൾ എത്തണം. 10 വർഷം സ്ഥിരതയോടുകൂടി കളിച്ച ഏതെങ്കിലും ഒരു ടീമിനെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധിക്കുമോ? ഫുട്ബോളിൽ എന്നല്ല, കായിക ലോകത്ത് തന്നെ അങ്ങനെ ഒന്നില്ല. തീർച്ചയായും ഇത് എൻ്റെ ഉത്തരവാദിത്തമാണ്. എനിക്ക് സ്വയം തെളിയിക്കണം. അതിനു വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ തിരിച്ചു വരിക തന്നെ ചെയ്യും. എപ്പോൾ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഞങ്ങൾ തിരിച്ചു വരും. ഞാൻ ഇപ്പോഴും ഈ ഒരു പരിശീലക സ്ഥാനത്ത് തുടരുന്നത്, അല്ലെങ്കിൽ ഞാൻ സാക്ക് ചെയ്യപ്പെടാതിരിക്കാനുള്ള കാരണം എൻ്റെ മുൻകാല നേട്ടങ്ങൾ തന്നെയാണ്. ഇതാണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇനി മാഞ്ചസ്റ്റർ സിറ്റിയെ കാത്തിരിക്കുന്നത് വളരെ കഠിനമായ മറ്റൊരു പരീക്ഷണമാണ്. മിന്നും ഫോമിൽ കളിക്കുന്ന ലിവർപൂളാണ് അടുത്ത പ്രീമിയർ ലീഗ് മത്സരത്തിൽ സിറ്റിയുടെ എതിരാളികൾ. നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 9:30 ആൻഫീൽഡിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക. റയൽ മാഡ്രിഡിനെ തകർത്തുകൊണ്ടാണ് ലിവർപൂൾ ഇപ്പോൾ ഈ ഒരു മത്സരത്തിന് വരുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.